വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. ഓക്കെ, പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെയാണ്. നമുക്ക് എന്താണ് ഒരു പോളിനോമിയലിൻ്റെ സീറോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ആ പോളിനോമിയലിൻ്റെ സീറോ എന്ന് പറയുന്നതിൻ്റെ ജോമെട്രിക് മീനിങ് എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മളൊരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ആ സീറോ എന്ന് പറയുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ ആ പോളിനോമിയലിൻ്റെ സീറോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സീറോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് അറിയണം. പിന്നെ ആ സീറോസും ആ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ളൊരു റിലേഷൻസ് ഉണ്ടാകും. ആ റിലേഷൻ എന്താണ് നമ്മൾ അറിയണം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, ആ പോളിനോമിയൽസിൻ്റെ സീറോ ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ സീറോ തന്നിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയൽ എങ്ങനെ എഴുതാമെന്നുള്ളതും അറിയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു പോളിനോമിയൽ നോക്കാം. ഓക്കെ, ഒരു ഇപ്പോൾ ഈ തന്നേക്കുന്നത് ഒരു പോളിനോമിയലാണ്. എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4. ഓക്കെ, ആ ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ പോളിനോമിയലിൽ നമുക്ക് സീറോ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ എന്ത് വാല്യൂ, ഓക്കെ, നമുക്ക് ആ എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോൾ ഈ കംപ്ലീറ്റ് സാധനം സീറോ ആയി പോകണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിത് എഴുതുവാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 എന്ന് എഴുതുവാണെങ്കിൽ for which value of x y becomes 0. ഓക്കെ, അതാണ് നമ്മുടെ സീറോ എന്ന് പറയുന്നത്. നമ്മൾ എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു 0 എന്ന് വേണം കിട്ടാനായിട്ട്. ഇപ്പം ഞാൻ ചെയ്യുകയാണ്, ലെറ്റ് എക്സ് ഈക്വൽ ടു -1. ഓക്കെ, എക്സിന് -1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ എന്താണ് y ഈക്വൽ ടു എക്സിന് ഞാൻ -1 കൊടുക്കുന്നു. അപ്പോൾ -1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ അത് -1 ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ വീണ്ടും -1 ഇടാം. പിന്നെ ഇക്വേഷനിലുള്ളത് -4 ആണ്. അപ്പോൾ എന്ത് കിട്ടും? -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ +1 ആയിരിക്കും. -3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +3 എന്ന് വരും. മൈനസ് ഇവിടെ 4. അപ്പോൾ 3 + 1 4. അപ്പോൾ 4 - 4 ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ കണ്ടോ, നമുക്ക് വൈയുടെ വാല്യൂ y ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ഈക്വൽ ടു -1 എന്നുള്ളത് ആ തന്നേക്കുന്ന പോളിനോമിയൽ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 എന്നുള്ള പോളിനോമിയലിൻ്റെ സീറോ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് സീറോ എന്താന്നുള്ള ഞാനൊരു ഡെഫിനിഷൻ തന്നെന്നുള്ളൂ. സീറോ ഇപ്പം ഞാൻ എക്സ് -1 എന്ന വാല്യൂ പറയുക ചെയ്തത്, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനും പോസിബിൾ ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് അടുത്ത സെക്ഷനിൽ കാണാം. അതിനു മുമ്പ് ഇതിൻ്റെ ജോമെട്രിക് മീനിങ് എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഗ്രാഫ് വരയ്ക്കേണ്ട വരില്ല, കാരണം നിങ്ങൾക്ക് ഒരിക്കലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒന്നും ഗ്രാഫ് വരയ്ക്കാൻ ഒരിക്കലും ചോദിക്കില്ല. ബട്ട് ഈ ഒരു ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4, ഓക്കെ, ആ ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ കാണിച്ചേക്കുന്ന ഓരോ പോയിന്റും ഈ -2,6 അല്ലെങ്കിൽ 5,6 അങ്ങനത്തെ ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഈ ഇക്വേഷൻ, ഓക്കെ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4, ആ എക്സിൻ്റെ വാല്യൂസിൽ ഈ തന്നേക്കുന്ന ഏത് പോയിന്റിൻ്റെ വേണമെങ്കിലും എക്സിൻ്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ 2 പോയിന്റിൽ ആ ഗ്രാഫ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഒരു പോയിന്റും അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റും. ഈ 2 പോയിന്റിലാണ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. ആ എക്സ് ആക്സിസിൽ എവിടെ ടച്ച് ചെയ്യുന്നോ ആ പോയിന്റിലുള്ള എക്സിൻ്റെ വാല്യൂ, ഓക്കെ, ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? -1. ഓക്കെ, ഇവിടെ എക്സിൻ്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ 0 ആണ്. വൈയുടെ വാല്യൂ നോക്കണ്ട. എക്സിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ ഒരു 0 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി കണ്ടു എക്സ് ഈക്വൽ ടു -1 0 ആണെന്നുള്ളത്. അതുപോലെ സെക്കൻഡ് പോയിന്റ് ടച്ച് ചെയ്യുന്നത് എന്താണ്? 4,0. 4,0 എന്ന് പറയുമ്പോൾ
എക്സ് ഈക്വൽ ടു 4, ഇവിടെ ഈ ഇതേ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 4 എന്ന് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ജോമെട്രിക് മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്രാഫ് എവിടെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നോ അതെല്ലാം അതിന്റെ 0 ആയിരിക്കും. അതുപോലെ ഇപ്പോൾ ഗ്രാഫ് 3 തവണ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? 3 0 ഉണ്ടെന്നുള്ളത്. ഓക്കെ, അതുപോലെ ആ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് 0യുടെ വാല്യൂ വേണമെങ്കിലും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇത് അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു, 0 എന്താന്ന് പറഞ്ഞു, അതുപോലെ ജോമെട്രിക് മീനിങ് പറഞ്ഞു. ഇനി അതിന്റെ 0 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ 0 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. x² - 3x - 4 x² - 3x - 4. ഓക്കെ, ഇതിന്റെ 0 കണ്ടുപിടിക്കാൻ ഏറ്റവും ഈസി മെത്തേഡ് ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ്. അപ്പോൾ അത് പക്ഷെ പലർക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അതിലും ഒരു എളുപ്പമായിട്ട്, അല്ലെങ്കിൽ എളുപ്പം എന്നല്ല, ഷുവറായിട്ട് ആൻസർ കിട്ടുന്ന ഒരു മെത്തേഡ് പറയാം. പക്ഷേ ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ആണ് എപ്പോഴും ഈസി മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ചാപ്റ്റർ, ഓക്കെ, ആ ചാപ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ax² + bx + c എന്നാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനും ഈ ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? എയുടെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. x² ഫ്രണ്ടിൽ കിടക്കുന്നതാണ് a. ഓക്കെ, അപ്പോൾ ഇവിടെ x² ഫ്രണ്ടിൽ 1 ആണ്. ഇനി b എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ കിടക്കുന്നത്, അപ്പോൾ b എന്ന് പറയുന്നത് -3 ആണ്. സി എന്ന് പറയുന്നത് എന്താണ്? -4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. എക്സ് ഈക്വൽ ടു -b + or -√(b² - 4ac ഡിവൈഡഡ് ബൈ 2 × a. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? -b എന്ന് പറയുമ്പോൾ -3 + or -√(b² എന്ന് പറയുമ്പോൾ -3² -4 × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ആണ്. ഓക്കെ, അപ്പോൾ 4 × a × c ഡിവൈഡഡ് ബൈ 2 × a, 2 × 1. അപ്പോൾ എന്തായി? -3 എന്ന് പറഞ്ഞാൽ +3 ആകും. + or -√(3² എന്ന് പറയുമ്പോൾ 9, 9 + 4 × 4 എന്ന് പറയുമ്പോൾ 16, 9 + 16 എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതായത് ഇത് നമുക്ക് കിട്ടുന്നത് 3 + or -5 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ കിട്ടും. ഒന്ന് x ഈക്വൽ ടു 3 + 5/2, 3 + 5 എന്ന് പറഞ്ഞാൽ 8, 8/2 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, അല്ലെങ്കിൽ x ഈക്വൽ ടു 3 - 5/2. ഇപ്പോൾ 3 - 5 എന്ന് പറഞ്ഞാൽ -2, -2/2 എന്ന് പറയുമ്പോൾ -1 എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് എന്താ പറയുക, എക്സിന് രണ്ട് വാല്യൂ കിട്ടും. ആ രണ്ട് വാല്യൂ ആയിരിക്കും നമ്മുടെ സീറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ് ഓൾറെഡി. എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു -1 ആയിരുന്നു അതിൻ്റെ സീറോസ്. ഓക്കെ, ഇവിടെ കാണാമല്ലോ, എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു -1ഉം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ 0 കിട്ടും. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്താണ് വേണ്ടത്? നമ്മളിപ്പോൾ 0 എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കണ്ടു. അപ്പോൾ 0 ഓഫ് പോളിനോമിയൽ എന്താന്ന് പറഞ്ഞു, ജോമെട്രിക് മീനിങ് കഴിഞ്ഞു, 0 കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞു. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ആൻഡ് സീറോസ് ആണ്. ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് ഇതേ ഇക്വേഷൻ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ഈ ax² + bx + c എന്നുള്ള ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അത് കമ്പയർ ചെയ്ത ശേഷം ഞാൻ അടുത്ത പുതിയൊരു പേജിൽ എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വീണ്ടും എഴുതാം. x² - 3x - 4. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മളപ്പോൾ അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റൂട്ട്സ് കിട്ടി. റൂട്ട്സിന്റെ വാല്യൂ 4ഉം -1ഉം ആണ്. അപ്പോൾ നമ്മൾ അതിനെ ആൽഫ ഈക്വൽ ടു 4, റൂട്ട്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ ബീറ്റ എന്നാണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 4, ബീറ്റ ഈക്വൽ ടു -1. ഇതാണ് നമ്മുടെ രണ്ട് റൂട്ട്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ax² + bx + c എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ വാല്യൂസ് എന്താണ്? എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ -3, സിയുടെ വാല്യൂ -4. ഓക്കെ, ഇതാണ് വാല്യൂ. ഇനി
ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. ആ റിലേഷൻഷിപ്പ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ, ഓക്കെ, സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ സെക്കൻഡ് റിലേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എയും. അപ്പോൾ ഇത് വെരിഫൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പ്ലസ് മൈനസ് 1, അതായത് 4 പ്ലസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 3 എന്ന് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ മൈനസ് ബി ബൈ എ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, മൈനസ് ബി ബൈ എ ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് 3 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ മൈനസ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ പ്ലസ് 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്താൽ 3 ആണ്, അതുപോലെ മൈനസ് ബി ബൈ എ കാൽക്കുലേറ്റ് ചെയ്താലും 3 ആണ്. അപ്പോൾ therefore ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിലേഷൻ വെരിഫൈ ചെയ്തു. ഇനി സെക്കൻഡ് റിലേഷൻ ആൽഫ ഇൻറ്റു ബീറ്റ ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 4 ഇൻറ്റു ബീറ്റയുടെ വാല്യൂ -1, അപ്പോൾ ഈക്വൽ ടു -4 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കിയാലോ, സി ബൈ എ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -4 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ -4/1 എന്ന് പറഞ്ഞാൽ -4. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടി? ബി ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂം സി ബൈ എയുടെ വാല്യൂം സെയിം ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് റിലേഷൻഷിപ്പും വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 0 ആൻഡ് കോഎഫിഷ്യൻസ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം 0 കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 0യുടെ സമ്മും ഈ മൈനസ് ബി ബൈ എയും സെയിം ആണെന്ന് കാണിക്കാം. ആ സീറോസിന്റെ പ്രോഡക്റ്റും സി ബൈ എയും സെയിം ആണെന്ന് കാണിക്കാം. ഓക്കെ, അത്രയും ചെയ്താൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ, നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്, അതുപോലെ പ്രോഡക്റ്റും തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ 2 റൂട്ട് തന്നിട്ടുള്ളൂങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ആൽഫ ഈക്വൽ ടു 4, ബീറ്റ ഈക്വൽ ടു -1 നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ആദ്യം തന്നെ സമ്മ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? 4 പ്ലസ് -1, അതായത് 3. ഓക്കെ, ഇനി പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്? പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ ആയിരിക്കും. അപ്പോൾ 4 ഇൻറ്റു -1 ഈക്വൽ ടു -4. ഇനി ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പോളിനോമിയൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനോമിയൽ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആ സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇവിടെ മൈനസ് ആണ്, അത് ഒരിക്കലും തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് സം എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 3. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് പ്രൊഡക്റ്റ് എന്തായിരുന്നു? -4. ഓക്കെ, അപ്പോൾ -4, അതായത് എക്സ് സ്ക്വയർ മൈനസ് 3x -4. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഒറിജിനൽ പോളിനോമിയൽ കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് സീറോസ് ആണ് തന്നേക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിക്കാം. ചില ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് സമ്മും പ്രോഡക്റ്റും ആയിരിക്കും തന്നിട്ടുണ്ടാവുക, സീറോസ് തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഇതിലേക്ക് ഈക്വേഷനിലേക്ക് ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സമ്മിൻ്റെ അവിടെ സമ്മ് ഇടുക, പ്രോഡക്റ്റിൻ്റെ അവിടെ പ്രോഡക്റ്റ് ഇടുക. ഓക്കെ, ഇൻ കേസ് ആൽഫ ബീറ്റ തന്നേക്കുന്നെങ്കിൽ 2 ആഡ് ചെയ്തിട്ട് സം കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് അറിയേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻസും സീറോസും കണ്ടു, പോളിനോമിയൽ എഴുതുന്നത് എങ്ങനെയാണ് സീറോസ് തന്നിട്ടുണ്ടെങ്കിലും കണ്ടു. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി എക്സസൈസ് 2.1ഉം 2.2ഉം മാത്രമുള്ളൂ. നമുക്ക് 2.3 ആൻഡ് 2.4 ഡിലീറ്റഡ് ആണ്. ഓക്കെ, അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഡിലീറ്റഡ് ആണ്. ആകെ 2.1 ആൻഡ് 2.2 മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ
അതിൻ്റെ കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ വീഡിയോ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്